ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ബിഗിനേഴ്സിന് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികൾ, ഒരുപാട് രൂപയൊന്നും ചിലവാക്കി നഴ്സറികളിൽ നിന്നും മേടിക്കാതെ നമുക്ക് വീട്ടിൽ കുറച്ച് നാടൻ ചെടികൾ നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് നാടൻ ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചെടി നിങ്ങൾ കണ്ടു, ലന്താന പ്ലാന്റ്. ഇപ്പോൾ രണ്ടാമത് കാണുന്നത് നമ്മുടെ ചെമ്പരത്തി ചെടിയാണ്. ഇത് നമുക്ക് ചെടി കടകളിലൊക്കെ കിട്ടും. അതുപോലെ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു കമ്പ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തി. അതുപോലെ ആദ്യം കണ്ട അരിപ്പൂവ്, അതായത് ലന്താന. അപ്പോൾ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ നമുക്ക് ഈ ചെടി നടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ പോയാൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഗാർഡനിങ് വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ചെടി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. നമുക്ക് ഇപ്പം എവിടെ നിന്നെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു തണ്ട് നമുക്ക് റിലേറ്റീവ്സിൻ്റെയൊക്കെ മറ്റും വീട്ടിൽ നിന്നും കിട്ടാവുന്ന ഒരു ചെടിയാണിതും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ അരിപ്പൂവിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. ഇത് 20 രൂപയുടെ തൈയാണ്. നമുക്ക് നഴ്സറികളിലൊക്കെ 20 രൂപയ്ക്ക് ഇതിൻ്റെ തൈ കിട്ടും. അപ്പോൾ അതും നമുക്ക് ഒരുപാട് എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാകും. ഈ ഒരു പൂ കൊഴിഞ്ഞു പോയാൽ അതിൽ പിന്നെയും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂക്കൾ വരും. ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കോതി കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് വീട്ടുമുറ്റത്തും നടാം, അതുപോലെ ചെടിച്ചട്ടിയിലും നടാം. അപ്പം ഈ ഒരു ചെടി, അതായത് ഫ്ലെയിം വയലറ്റൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് ചെടിക്കടകളിൽ കാണുന്നുണ്ട്. അതുപോലെ നീലക്കൊടുവേലി, പിന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വാടാമല്ലിയാണ്. പിന്നെ ഓർക്കിഡ് ചെടി ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇറാന്തമം റെഡ് എന്ന് പറയുന്ന ചെടി, ഇതിൻ്റെയൊക്കെ ഒരു കമ്പ് വെച്ചാൽ നല്ല രീതിയിൽ കിളിച്ച് വരും. പിന്നെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും വളരെ മനോഹരമായൊരു ഗാർഡൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ വാടാമല്ലി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതെക്കാലത്തും പൂവായിരിക്കും. അതിന് ഇത്ര സീസൺ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കാണിച്ച ചെടികളിലൊന്നും സീസൺ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വന്ന വഴിക്ക് ഇതാ ഒരു ക്യാപ്സിക്കം നിൽക്കുന്നു. ഇത് നിറയെ കായകളുണ്ടായതാണ്. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നീട് അതെടുത്ത് മുറ്റത്ത് നട്ടതാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു വാടാമല്ലി ചെടി തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ടൊരു ഗാർഡൻ, നമുക്ക് എപ്പോഴും ഇതിൻ്റെ വിത്ത് വീണ് തനിയേ തൈ ഉണ്ടായിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചെടിച്ചട്ടിയിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം. വളമൊന്നും ഇല്ലെങ്കിലും വീട്ടുമുറ്റത്ത് അത്യാവശ്യം മണ്ണിന് നല്ല വളക്കൂറുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വന്നുകൊള്ളും. ഇവിടെ കുറേ വഴുതനങ്ങ നിൽപ്പുണ്ട്, കട്ട് ചെയ്തെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കൃഷിയിടങ്ങളിലൊക്കെ ഈ ചെടികൾ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് കായ്ഫലം ചെടികൾക്കുണ്ടാകും എന്നാണ് പറയുന്നത്, ഇതിൻ്റെ ഒരു പോളിനേഷൻ വഴി. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഈ ഒരു വാടാമല്ലി ചെടി. ഞാനിത് വീട്ടുമുറ്റത്തൊരു ഭാഗത്തായിട്ടിങ്ങനെ സൈഡിൽ അതിരുപോലെ നട്ടിരിക്കുകയാണ്. ഇത് കുറച്ചൊക്കെ നട്ടതാണ്, ബാക്കിയൊക്കെ തനിയെ ഇതിൽ നിന്നും വിത്ത് വീണ് കിളിച്ചതാണ്. അപ്പോൾ നമുക്കിത് കളക്ട് ചെയ്ത് വെച്ചിട്ട്, ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വീഡിയോസ് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ വാടാമല്ലിക്ക് പ്രത്യേകം എന്തൊക്കെ കെയർ കൊടുക്കണം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെടിച്ചട്ടിയിലൊക്കെ ഇത് നമുക്ക് നടാം, അങ്ങനെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ വാടാമല്ലി ചെടിയിൽ നിന്നും എടുത്ത വിത്തുകളാണ് ഞാൻ ഈ ഒരു ചെടിയിൽ, ഈ ഒരു ചെടിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അത് പാകി കിളിർത്തതാണ്. അടുത്ത ചെടി ബന്ദിച്ചെടിയാണ്, മാരിഗോൾഡ്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരുതി ഇത് നമുക്ക് കാര്യമായിട്ടൊന്ന് നട്ട ശേഷം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് തനിയെ കിളിർത്ത് വന്നതാണ് കേട്ടോ. നമ്മളൊരു വളമൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ വിത്ത് പാകിയപ്പോൾ കുറേ തൈകളുണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. അപ്പോൾ അതിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചെടി കിളിർത്ത് വന്നതാണ്. നല്ല ഭംഗിയിൽ നിറയെ പൂക്കളുണ്ട്, നട്ടതൊന്നുമല്ല. ഇത് നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയാണ്. പല സ്ഥലങ്ങളിലും പല പേരുകളുണ്ടാവാം. അപ്പോൾ ഇത് നഴ്സറിയിൽ ഇപ്പോൾ വളരെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല ഇതിൻ്റെ തൈക്ക്. കറക്റ്റ് വില ഓർക്കുന്നില്ല, പക്ഷേ ഒരുപാട് പൈസയൊന്നും ആവില്ല. ചെറിയൊരു തൈ മേടിച്ചതാണ്. ഇതിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല പോട്ടിംഗ് മിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൂവിടുമ്പോൾ ഇതിൻ്റെ കൂടുതൽ കെയറിങ് രീതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മാരിഗോൾഡ് ഫ്ലവേഴ്സ്, അതായത് ബന്ധിച്ചെടി, അതുപോലെ ഈ ഒരു നീലക്കൊടുവേലിയൊക്കെ ധാരാളമായി നഴ്സറികളിൽ കണ്ടുവരുന്നു. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കണ്ടുവന്നിരുന്ന ഒരു ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ അത് നാടൻ ചെടികളാണെന്ന് നമുക്ക് പറയാവുന്ന ചെടികളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുറ്റിയ കമ്പ് മുറിച്ച് വെച്ചാൽ നമുക്ക് ഈ ചെടിയുടെ തൈ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. ഈ കാണിച്ച ചെടികളെല്ലാം ചെടിച്ചട്ടിയിലും നമുക്ക് വെക്കാം, അതുപോലെ വീട്ടുമുറ്റത്തും നമുക്ക് വയ്ക്കാവുന്നതാണ്. അടുത്തത് മെക്സിക്കൻ സൺഫ്ലവർ ആണ്. മെക്സിക്കൻ സൺഫ്ലവർ എന്നാണ് പേരെങ്കിലും നമുക്ക് നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. ഇതും നമുക്ക് വലിയ ഒരു വളപ്രയോഗവും ആവശ്യമില്ല. വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത വളരെ ഭംഗിയിൽ പൂവിടുന്ന ഒരു ചെടിയാണ്. വേലിച്ചെടിയായിട്ടൊക്കെ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് ഈസിലി ആയിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു ചെടിയാണ്. നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. എത്ര ഭംഗിയിലാണ് ഈ പൂക്കൾ നിൽക്കുന്നതെന്നൊക്കെ ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ചെടികളുടെയും വീഡിയോസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ആ ഒരു വീഡിയോസ് കാണാവുന്നതാണ്. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തത് ഒരു ഭംഗിയുള്ളൊരു ചെമ്പരത്തി ചെടിയാണ്. ഇത് 5 ഇതളുള്ള ഒരു ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള ചെമ്പരത്തിയാണ്. ഇത് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെമ്പരത്തിയാണ്. ഒരേ സമയം നിറയെ പൂക്കളുണ്ടാകും ഇതിൽ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് പാലപ്പൂവാണ്. ഇത് നമുക്ക് സുലഭമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു നാടൻ ചെടിയാണ്. പിൻവീൽ ജാസ്മിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് വീട്ടിൽ ഇതിൻ്റെ ഒരു തൈ നട്ടു വെച്ചാൽ ദിവസവും ഇതിൻ്റെ പൂക്കളാണ്, നിറയെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അതുപോലെ ഇത് ഒരു പൂ വിരിഞ്ഞാൽ ഒരാഴ്ചയോളമൊക്കെ ആ പൂവ് നിൽക്കും. അപ്പോൾ എന്നും ഇതിൽ നിറച്ച് പൂക്കളുണ്ടാകും. ഇത് ക്രോപ്പ് ചെയ്ത് നിർത്താം നമുക്ക്. ഒരുപാട് ഹൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താം, മരം പോലെ വളർത്താം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ചെറിയ പാലപ്പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ണാടി ചെടിയാണ്. കണ്ണാടി ചെടിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഒരു നല്ലൊരു ഗാർഡൻ, കളർഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ കണ്ണാടി ചെടി ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ അരിപ്പൂവിൻ്റെ പല വെറൈറ്റീസ്, അതുപോലെ ഈ കാണുന്ന ഈ ഒരു പിൻവീൽ ജാസ്മിൻ, ഇത് ഒരു നിത്യകല്യാണി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നന്ദിയാർവട്ടമല്ലിത്. അപ്പോൾ നന്ദിയാർവട്ടത്തിനൊരു അടുക്കുണ്ടാവും പൂവിന്. അതും നല്ലതാണ്. നന്ദിയാർവട്ടം വളരെ നല്ലതാണ്. ഒരു ഔഷധ ചെടി കൂടിയാണത്, അതിൻ്റെ കറയൊക്കെ. പിന്നീട് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് 10 മണിച്ചെടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വെറൈറ്റിയാണത്. പിന്നീട് കാക്കപ്പൂവ്, ഇതൊക്കെ നമുക്കിതിൻ്റെ വിത്തൊക്കെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇത്രയും ചെടികളാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും. ഒരു കമ്പൊക്കെ നട്ട് വെച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ചെടികളാണ്. ഒരുപാട് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ, ഒരു ഗാർഡനിങ്ങിലൊരു ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് ഗാർഡൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ചെടികൾ, ഇപ്പോൾ ഞാൻ ഈ കാണിച്ച എല്ലാ ചെടികളൊന്നും വേണ്ട. അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 2-3 ചെടി, അല്ലെങ്കിൽ ഒരു 4-5 ചെടികൾ മതിയാകും നമുക്ക്. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഓർക്കിഡ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ബിഗിനേഴ്സിന് ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചെടികൾ കൊണ്ട് ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പതിയെ മറ്റുള്ള ചെടികൾ മേടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.